DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു മാസത്തിലധികമായി സംസ്ഥാനത്തെ 25 ലക്ഷത്തോളം വരുന്ന കർഷകർ ഉൾപ്പെടെ കോടിക്കണക്കിന് ഗുണഭോക്താക്കൾ കിസാൻ നിധിയുടെ 20ാമത് ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം ഇതുവരെ 19 ഗഡുക്കളിലൂടെ 38,000 രൂപ കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിയ കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധി. 2025 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസം 2000 രൂപയാണ് 20ാമത് ഗഡു തുകയായി എത്തേണ്ടത്. സാധാരണയായി ഗഡുവിന്റെ 3ാം മാസം അതായത് ജൂണിൽ എത്തേണ്ടിയിരുന്ന തുകയാണ് ഇപ്പോൾ 4 മാസം അവസാനിക്കുമ്പോഴും എത്താതെ പോകുന്നത്. എന്തുകൊണ്ടാണ് തുക വൈകുന്നതെന്നതിനുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. PM കിസാൻ നിധിയിലുള്ള കർഷകരോട് കൃഷിഭവനുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ CSC സെന്ററുകളിലോ എത്തിച്ചേർന്ന് കർഷക രജിസ്ട്രേഷൻ ഈ ജൂലൈ 31-നുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നേരത്തെ നിർദ്ദേശം വന്നിരുന്നു. അഗ്രിസ്റ്റാക് ഫാർമർ ID എടുത്താൽ മാത്രമേ കിസാൻ നിധി ധനസഹായം മുടങ്ങാതെ ലഭിക്കൂ എന്ന് നേരത്തെ അറിയിപ്പുകൾ എത്തിയിരുന്നു. കിസാൻ നിധിയിൽ സൂചിപ്പിച്ച സ്ഥലത്തിന്റെ കരമടച്ച രസീതും നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പിയും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലുമാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രേഷനിലൂടെയുള്ള കർഷക ID എടുക്കാൻ വേണ്ടത്. കൃഷിഭവൻ, അക്ഷയ, CSC എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വഴി വളരെ വേഗത്തിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ കർഷകന് ഒരു ID ജനറേറ്റ് ചെയ്യുന്നതാണ്. കിസാൻ നിധി ഉൾപ്പെടെ ഭാവിയിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന കർഷക ആനുകൂല്യങ്ങൾക്ക് ഈ ID നമ്പർ നിങ്ങളെ അർഹനാക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതി, കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള വായ്പാ പദ്ധതികൾ, വിവിധ സബ്സിഡികൾ, വിലക്കുറവിലും സൗജന്യവുമായൊക്കെ വളവും കാർഷികോപകരണങ്ങളും ലഭിക്കുന്നതിനും രാസവളങ്ങളും ജൈവവളങ്ങളും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനുമൊക്കെ ഈ കർഷക ID ഭാവിയിൽ വേണ്ടിവരും. കൂടാതെ കേന്ദ്ര സർക്കാർ 20,000 കോടിയിലധികം ചിലവാക്കുന്ന പുതിയ പദ്ധതിയായ ധൻധാന്യ കൃഷി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും ഒരുപക്ഷെ കർഷക ID വേണ്ടി വന്നേക്കും. അതിനാൽ കിസാൻ സമ്മാൻ നിധി തുകയും മറ്റ് കാർഷിക ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്നതിനായി കർഷക ID എല്ലാ കർഷകരും എടുക്കേണ്ടതാണ്. ജൂലൈ 31 കേരളത്തിലെ കിസാൻ നിധി കർഷകരോട് കർഷക ID എടുക്കുന്നതിനായി അനുവദിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 31 ശേഷവും കർഷക ID എടുക്കുവാൻ കഴിഞ്ഞേക്കുമെങ്കിലും അതിന് ചിലപ്പോൾ കൂടുതൽ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കേണ്ടി വരുന്നതാണ്. അതിനാൽ കിസാൻ നിധിയിലുള്ളവർ 31-നുള്ളിൽ തന്നെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. കർഷക രജിസ്ട്രേഷൻ കൂടാതെ 100 ജില്ലകളിൽ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പ്രഖ്യാപനവുമൊക്കെ ജൂലൈ മാസത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയും പല ദിവസങ്ങളിൽ വിദേശ യാത്രകളിലായിരുന്നു. ഈ തിരക്കുകളൊക്കെ കാരണമാണ് ജൂലൈ മാസത്തിൽ കിസാൻ നിധി വിതരണം നടക്കാതെ പോയത്. ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രിയുടെ അവസാന പരിപാടി ജൂലൈ 27-നായിരുന്നു. ഇനി ഈ മാസം പ്രധാനമന്ത്രിക്ക് പൊതുപരിപാടിയൊന്നും ഇല്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികളെക്കുറിച്ച് മുൻകൂട്ടി വിവരം നൽകുന്ന PM ഇവന്റ്സ് നോക്കുമ്പോൾ കാണാനാകുന്നത്. അതിനാൽ കിസാൻ നിധിയുടെ 20ാമത് ഗഡുവിന്റെ വിതരണം 4ാമത്തെ മാസമായ ജൂലൈയിലും ഉണ്ടാകുന്നതല്ല. ഇനി വിതരണം ഉണ്ടാവുക ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതിക്കുള്ളിൽ കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത് ഗഡുവിന്റെ വിതരണം നടക്കും. കൃത്യമായ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ PM കിസാന്റെ ഔദ്യോഗിക പോർട്ടലിൽ വരുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 20ാമത് ഗഡു വിതരണത്തിന് മുൻപായി ജൂലൈ 31-ന് തന്നെ കർഷക രജിസ്ട്രേഷൻ എല്ലാ ഗുണഭോക്താക്കളും പൂർത്തിയാക്കി എന്നുറപ്പിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. 20ാമത് ഗഡു വരുന്ന തീയതി ഉൾപ്പെടെ കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.